നമ്മളൊക്കെ പാവങ്ങൾ, നമ്മളൊക്കെ കാർഗോ ഷിപ്പിലാണ് ഈറ്റിയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ക്രൂസ് ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന മെയിൻ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് പറ്റാണ്ട് ചോദിക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ ലൈഫും കാര്യങ്ങളൊക്കെ. കാർഗോ ഷിപ്പും ക്രൂസ് ഷിപ്പും വ്യത്യാസം? കാർഗോ ഷിപ്പില് പോലെ പട്ടിപ്പണി ആയാലും ക്രൂസ് ഷിപ്പില്ല. നമുക്ക് കൂടുതൽ പേര് സപ്പോർട്ട് കിട്ടും. അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഒരു 10-25 പേരുണ്ട്. 25 പേരോ? നമുക്കൊക്കെ ഒറ്റ ആൾക്കാരൊക്കെ ഉള്ളത്. നിനക്കൊക്കെ 25 പേരുണ്ടാവുള്ളൂ. ചീഫ് ഇറ്റി ഉണ്ട്, ഫസ്റ്റ് ഇറ്റി ഉണ്ട്, സെക്കൻഡ് എഞ്ചിനീയർ, സെക്കൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ 5 പേരുണ്ട്. തേർഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ 4 പേരുണ്ട്. പിന്നെ ഫോർത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ 2 പേരുണ്ട്. അപ്പൊ ഇത്രയും പേരുടെ വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ നമുക്ക് അസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ വർക്ക് ലോഡ് ഇത്തിരി കൂടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പൊ മെയിൻ ആയിട്ടില്ലേ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ തന്നെ കുറെ സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ക്രൂസ് ഫീൽഡിലേക്ക് കയറുന്നത്. ഇപ്പൊ നീ എങ്ങനെയാണ് ഇതിൽ കയറിയൊന്ന് ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും? മെയിൻ ആയിട്ട് നമ്മളെ റെസ്യൂമി, അതായത് ATS ഫണ്ടിൽ റെസ്യൂമി ആയിരിക്കണം. പിന്നെ റോയൽ കരീബിന്റെ കരിയർ ആയിട്ട് അവരുടെ ജോബിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മളത് എത്രയും ഫ്രണ്ട്ലി ATS ഫണ്ടായിട്ട് റെസ്യൂമി ഇട്ട് അപ്ലൈ ചെയ്താൽ മതി. ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ എടാ നിനക്കിപ്പം ലൈക്ക് സെലക്ട് ആയതിനു ശേഷം റോയൽ കരീബിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ആ ഇന്റർവ്യൂവിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, അതൊക്കെ പറയാൻ പറ്റും? ഇന്റർവ്യൂല് ആദ്യം 2 റൗണ്ട്സ് ഉണ്ട്. HRന്റെ റൗണ്ടും ഉണ്ട്, പിന്നെ ടെക്നിക്കൽ റൗണ്ടും ഉണ്ട്. HR ബേസിക്കലി ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ ജോബിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ചോദിക്കാം. അത് പിന്നെ ബേസിക്കലി അതിനകത്ത് നമ്മുടെ ലാംഗ്വേജ് ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടെക്നിക്കൽ റൗണ്ടിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഡീപ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. BFDയുടെ വർക്കിംഗ്, അതിന്റെ ട്രബിൾ ഷൂട്ടിങ്, പിന്നെ നമ്മുടെ ഹൈ വോൾട്ടേജ് സിസ്റ്റത്തിന്റെ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ നമ്മുടെ എലിവേറ്ററുള്ള എക്സ്പീരിയൻസ്, എലിവേറ്റർ ഒരു 35ഓളം എലിവേറ്റേഴ്സ് നമ്മുടെ ഷിപ്പിലുണ്ട്. അപ്പൊ അതൊക്കെ എമർജൻസി സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പ്രിപ്പയർ ആയിരിക്കും. എലിവേറ്റർ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂസ് ഉണ്ടോ? എലിവേറ്റർ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കാര്യങ്ങളൊന്നും ഇല്ല.